ഓം ശാന്തി. കുറേ ആളുകൾ തൻ്റെ ക്രോധത്തെ നിയന്ത്രിക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. ദേഷ്യപ്പെട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന സങ്കടവും വിഷമമൊക്കെ ആലോചിച്ച് എനിക്ക് മാറ്റണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ എന്നെക്കൊണ്ടത് സാധ്യമല്ല, എനിക്ക് പറ്റുന്നില്ല എന്ന് പരാതി പറയുന്ന കുറേ ആളുകൾ. പക്ഷേ ഈ ദേഷ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് നമ്മുടെ ജീവിതത്തിലേറെ അത്യാവശ്യമായിട്ടൊരു ഘടകമാണ്. ദേഷ്യമെന്ന് പറയുന്ന സാധനം ആദ്യം ദേഷ്യപ്പെടും മുന്നേ നമ്മളെ വേദനിപ്പിക്കും. ദേഷ്യപ്പെടും മുന്നേ തന്നെ എന്തെങ്കിലും ഒരു കാര്യം നമുക്കിഷ്ടമില്ലാത്തത്, നമുക്ക് ശരിയല്ല എന്ന് തോന്നുന്ന കാര്യം നമ്മൾ കാണുന്നു, അത് നമ്മുടെ മനസ്സിനുള്ളിൽ ഇറിറ്റേഷൻ ഉണ്ടാക്കുന്നു. ആ ഇറിറ്റേഷൻ അഥവാ വേദന, അതിൽ നിന്ന് ജനിക്കപ്പെടുന്നൊരു സാധനമാണ് ക്രോധം എന്നുള്ളത്. അതുകൊണ്ട് ആദ്യം അത് നമ്മളെ സ്വയം വേദനിപ്പിക്കും. രണ്ടാമത്, ആരോട് നിങ്ങൾ ദേഷ്യപ്പെടുന്നുണ്ടോ അവർക്കും വിഷമായിരിക്കും. മൂന്നാമത്, സംബന്ധങ്ങളെ കത്തിച്ചു കഴിഞ്ഞതുകൊണ്ട് ദേഷ്യം അവിടെ നിൽക്കാറില്ല. അത് പതുക്കെ പതുക്കെ വിഷം കൊടുത്ത് നമ്മുടെ ജീവിതത്തെ തന്നെ കത്തിച്ചു കളയും. അതുകൊണ്ട് ആദ്യം നമ്മളെ കത്തിക്കും, പിന്നെ ബന്ധങ്ങളെ കത്തിക്കും, പിന്നെ ജീവിതത്തെ കത്തിച്ചു കളയുന്ന ഒരു വലിയൊരു ശത്രുവാണ് നമ്മുടെ ദേഷ്യം എന്ന് പറയുന്നത്. അതുകൊണ്ട് ദേഷ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമായിട്ടൊരു ഘട്ടമാണ്. ഞാൻ ഓർമ്മിക്കും ഒരു മെസ്സേജ് എനിക്ക് വന്നത്, എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നിയന്ത്രിക്കാനാവില്ല, ഞാൻ എൻ്റെ വീട്ടുകാരോട് വളരെ മോശമായിട്ട് പെരുമാറും, അവർക്കാർക്കും എന്നെ അത് കാരണം ഉൾക്കൊള്ളാനേ സാധിക്കുന്നില്ല. അത് കഴിഞ്ഞാൽ ഞാൻ എത്രമാത്രം പശ്ചാത്തപിക്കുന്നു വെച്ചാൽ, ഞാൻ ആ മെസ്സേജിൽ വേർഡ് അണ്ടർലൈൻ ചെയ്ത് പറയുകയാണെങ്കിൽ എനിക്ക് ആത്മഹത്യ ചെയ്യണം എന്ന് തോന്നുന്നു എന്ന് ആ മെസ്സേജിലെ വേർഡ് ഞാൻ നിങ്ങളോട് കോട്ട് ചെയ്ത് പറയുകയാണ്. അത്രയ്ക്ക് നിരാശയുടെ വക്കിലേക്ക് താഴ്ന്നു പോകുന്ന ആളുകളും ഉണ്ട്. ഞാൻ ക്രോധത്തെക്കുറിച്ച് മുന്നും പല വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഈ അടുത്ത ഇടയായിട്ട് ഇത്തരത്തിലുള്ളതായിട്ടുള്ള കുറച്ച് മെസ്സേജുകൾ നിരന്തരം വന്നപ്പോൾ എനിക്ക് തോന്നി ഒരിക്കൽ കൂടി നിങ്ങൾക്ക് ആ ക്രോധത്തെ ഇല്ലാതാക്കാനുള്ളതായിരിക്കുന്ന യുക്തി ഒന്ന് പറഞ്ഞു തരണമെന്ന്. അതുകൊണ്ടാണ് ഇന്ന് ഇങ്ങനൊരു വീഡിയോ ഞാൻ ചെയ്യാൻ വേണ്ടി വിചാരിച്ചത്. അപ്പം അതുകൊണ്ട് ദേഷ്യത്തെ ഇല്ലാതാക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. ഒരിക്കൽ ഒരാൾ ഇതുപോലെ ഒരു സന്യാസിയുടെ അടുത്ത് പോയിട്ട് പറയുകയാണ്, എനിക്കെൻ്റെ ദേഷ്യത്തെ നിയന്ത്രിക്കാൻ സാധിക്കുന്നേയില്ല, ഞാൻ എല്ലാവർക്കും എൻ്റെ കഴിവിൻ്റെ പരമാവധി സഹായിക്കുന്ന ആളാണ്, എൻ്റെ വീട്ടുകാർക്ക് വേണ്ട എല്ലാ കാര്യവും ഞാൻ ചെയ്തു കൊടുക്കുന്ന ആളാണ്, വീട്ടിൽ സമ്പാദിച്ചു കൊണ്ടുവരുന്ന ആളെ ഞാനാണ്, എല്ലാവർക്കും എന്ത് വേണം ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കുന്ന ആൾ ഞാനാണ്. പക്ഷേ ഒരാൾക്കും എന്നോടൊന്ന് സ്നേഹത്തോടെ സംസാരിക്കാൻ പോലും ഇഷ്ടമല്ല, കാരണം എനിക്ക് ദേഷ്യത്തെ നിയന്ത്രിക്കാനാവില്ല. പലപ്പോഴും ഞങ്ങൾ സ്നേഹത്തോടെ സംസാരിച്ചു കൊണ്ടിരുന്നാൽ അത് അവസാനം വലിയ പൊട്ടിത്തെറികളിൽ ചെന്നെത്തും. അതുകൊണ്ട് എന്നോട് അധികം സംസാരിക്കേണ്ട എന്നൊരു നയം എല്ലാവരും സ്വീകരിക്കുകയാണ്. എനിക്കാണെങ്കിൽ ഈ ഒറ്റപ്പെടൽ സഹിക്കാൻ പറ്റുന്നില്ല. എൻ്റെ വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്, എൻ്റെ ഫാമിലിയാണ്, എൻ്റെ ഫ്രണ്ട്സാണ്, എൻ്റെ സ്റ്റാഫാണ്, പക്ഷെ ആർക്കും എന്നോട് സംസാരിക്കാനോ കമ്പനി തരാനോ തോന്നണില്ല. എനിക്ക് സഹിക്കാനാവാത്തൊരു ഫ്രസ്ട്രേഷൻ ഫീൽ ചെയ്യുന്നു, ഒരു ഡിപ്രഷൻ ഫീൽ ചെയ്യുന്നു. ഞാൻ എങ്ങനെയാണ് ഈ ക്രോധത്തെ ഒന്ന് നിയന്ത്രിക്കേണ്ടത്? ദേഷ്യം നിയന്ത്രിച്ചാൽ ഇവർക്കൊക്കെ എന്നെ ഇഷ്ടമാണെന്നറിയാം, എന്നോട് സ്നേഹമാണെന്നറിയാം, അവർക്ക് എന്നോട് പെരുമാറാൻ പറ്റും, ഞാൻ എന്ത് ചെയ്യും എന്ന് ഒരു സന്യാസിയുടെ അടുത്ത് പോയിട്ട് ചോദിക്കുകയാണ്. അപ്പോൾ സന്യാസി പറയും, ഒരു ഒറ്റ കാര്യം മാത്രം ചെയ്താൽ മതി. എപ്പോഴൊക്കെ അങ്ങനെ ദേഷ്യം വരുന്നുണ്ടോ ആ ദേഷ്യം വരുമ്പോഴൊക്കെ തന്നെ സ്വയം പറയുക, ഞാൻ ഇപ്പോൾ ദേഷ്യപ്പെടുന്നില്ല, കുറച്ച് കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടാമെന്ന്. അപ്പോൾ അയാൾ പറയും, കുറച്ച് കഴിഞ്ഞ് ദേഷ്യപ്പെട്ടാലും ദേഷ്യപ്പെടുമ്പോൾ ഞാൻ ദേഷ്യപ്പെടുമല്ലോ, അപ്പോൾ പിന്നെ അതുകൊണ്ട് എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടാവുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ സന്യാസി പറയും, തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും, നീ വിഷമിക്കേണ്ട, പോയി നോക്കാൻ പറയും. പിന്നെ അയാൾക്ക് മനസ്സിലായി, വീട്ടിൽ പോയിട്ട് ഒരു സാഹചര്യം വന്നു, അയാൾക്ക് അതിശക്തമായിട്ടുള്ള ദേഷ്യം അതുപോലെ ചീറ്റി വന്നു. പക്ഷെ വിചാരിച്ചു, ഞാൻ ഇപ്പോൾ ദേഷ്യപ്പെടുന്നില്ല, എന്തായാലും ഞാൻ ഇപ്പോൾ ദേഷ്യപ്പെടുന്നില്ല, ഞാൻ ഇവിടെ നിന്ന് മാറിപ്പോയേക്കാം. അയാൾ ആ സംസാരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി റൂമിലേക്ക് പോയി. ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഒന്ന് ദേഷ്യപ്പെടണം എന്നുള്ള ദൃഢനിശ്ചയത്തോടെ പോയി. അരമണിക്കൂർ പോയി അയാൾ വേറെ പല കാര്യങ്ങളിലൊക്കെ ചെയ്യാൻ തുടങ്ങി. അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ സമയമായി ഇനി ദേഷ്യപ്പെടേണ്ടതെന്ന് നോക്കുമ്പോൾ അയാൾക്ക് മനസ്സിലായത്, ഓഹോ, അരമണിക്കൂർ കഴിഞ്ഞാൽ മറ്റു പല കാര്യങ്ങളും തിരക്കായി പോയപ്പോൾ എൻ്റെ മനസ്സിൽ ദേഷ്യം അങ്ങില്ലാതായിരിക്കുന്നു. അങ്ങനെ പലതവണ അയാൾക്ക് ദേഷ്യം വരുമ്പോൾ ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു പോകുന്നൊരു സന്ദർഭം വന്നാൽ അയാൾ ആ സ്ഥലം ഒന്ന് മാറി നിൽക്കും. അങ്ങനെയാണെങ്കിൽ പോലും അയാൾ ദേഷ്യത്തെ മാറ്റി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ അയാൾക്ക് മനസ്സിലായി, മാറ്റി വെക്കുന്നതിലൂടെ എനിക്ക് ദേഷ്യപ്പെടാൻ പറ്റാതായിരിക്കുന്നു എന്ന്. അങ്ങനെ എല്ലാവരും സ്നേഹമുള്ള ആൾക്കാരായിട്ട് മാറി. അതുകൊണ്ട് ഇതൊരു നല്ല യുക്തിയാണ്. ദേഷ്യപ്പെടുന്ന സന്ദർഭത്തിൽ ദേഷ്യപ്പെട്ടേ തീരൂ, നമ്മുടെ ഉള്ളിൽ നിന്നിങ്ങനെ അത്രയും ഇമോഷണലായിട്ട് പുറത്തേക്ക് വരികയാണ് നെഗറ്റീവ് ഇമോഷൻസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിനെ അവിടെ വർഷിക്കാതെ അവിടെ നിന്ന് മാറിപ്പോവുക, വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുക, മുഴുകിയിരിക്കുക. കുറച്ച് നേരം കഴിഞ്ഞ് വന്നിട്ട് ഞാൻ ദേഷ്യപ്പെടുക. അപ്പോൾ ദേഷ്യപ്പെടില്ല എന്ന് പറയരുത്. എനിക്ക് ദേഷ്യപ്പെടണ്ടെന്ന് വിചാരിച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് ദേഷ്യം തന്നെയല്ലേ നിങ്ങൾ ഓർമ്മിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പിന്നെയും വരും. അതേസമയം കുറച്ച് കഴിഞ്ഞിട്ട് ദേഷ്യപ്പെടാമെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ അവിടെ നിന്ന് പോയിക്കോ, ബാക്കി കാര്യങ്ങളിലേക്ക് മുഴുകിക്കോ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് പറയാലോ എന്ന് വിചാരിക്കുമ്പോൾ ആ
സമയത്തുള്ള ഇമോഷൻസിനൊരു തണുപ്പിച്ച പോലെയായി. ഓക്കെ, ഇപ്പം അല്ല, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇമോഷൻസ് ഒഴുകി വന്നതിന് ഒരു ഫ്ലോ കൊടുത്തു, വേറെ വഴിക്ക് പോയി കാര്യങ്ങൾക്ക് ചെയ്ത് തിരിച്ചു വരുമ്പോൾ മനസ്സ് തന്നെത്താൻ ശാന്തമായിട്ടുണ്ടാകും. ഇതൊരു ഈസി മെത്തേഡാണ്. ഇനി അഥവാ നിങ്ങൾക്ക് എവിടേക്കെങ്കിലും പോയിട്ടും അരമണിക്കൂർ കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് പറ്റുന്നില്ല എന്ന് തോന്നിയാൽ തീർച്ചയായിട്ടും ഒരു പേപ്പർ ആൻഡ് പെൻ എടുത്തുകൊണ്ട് എന്തൊക്കെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ടോ മാക്സിമം ഷാർപ്പായിട്ട് വേർഡ്സിൽ അങ്ങ് എഴുതിക്കോളൂ. എഴുതി കഴിഞ്ഞത് വായിച്ചു നോക്കി നമുക്കേ മനസ്സിലാവും, അയ്യോ ഇത്രയൊന്നും പറയരുതായിരുന്നു എന്ന് നിങ്ങൾക്ക് തോന്നിപ്പോയി. പറയാഞ്ഞത് ഭാഗ്യമായി എന്നൊക്കെ എൻ്റെ അടുത്ത് പലരും അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിൽ ആ സമയത്ത് തത്സമയത്ത് അതിനെ മാറ്റാൻ പറ്റിയാൽ നമുക്ക് ഈസിയാവും. അപ്പോൾ അത് പറഞ്ഞപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞു, അങ്ങനെ ആ ദേഷ്യം ഒഴുകി വരുന്ന സമയത്ത് പിന്നെ ദേഷ്യപ്പെടാമെന്ന് വിചാരിക്കാൻ പറ്റിയിട്ട് വേണ്ടേ, അതറിയാണ്ട് അങ്ങോട്ട് ഒഴുകി പൊട്ടിത്തെറിച്ച് പോവുകയാണ് എന്ന്. ഞാൻ തീർച്ചയായിട്ടും പറയും അത് നിങ്ങൾക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എല്ലാവരുടെ അടുത്തും എപ്പോഴും അങ്ങനെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ ഒന്നും ഇരിക്കുന്നില്ല. നല്ല സ്ട്രോങ് ആയിരിക്കുന്ന സ്ട്രോങ് ബോഡി ബിൽഡർ ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് പോയിട്ട് ഒരു ചെറിയ കാര്യത്തിന് നിങ്ങൾ വഴക്കൂടാൻ പോവില്ല. അയാളോട് പോയാൽ ചിലപ്പോൾ നമുക്ക് അടി കിട്ടും, മിണ്ടാണ്ട് പോരട്ടെ എന്ന് വിചാരിക്കും. നിങ്ങളുടെ ബോസിൻ്റെ അടുത്ത് എന്തെങ്കിലും ദേഷ്യം വന്നെന്ന് കരുതിയിട്ട് നിങ്ങൾ അങ്ങനെ പോയി പറയാറില്ല. ബോസാണ്, ജോലി പോയേക്കും, പറയണ്ടെന്ന് പറയുന്നു. അപ്പോൾ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇവിടെ എനിക്ക് എൻ്റെ വലിയവരാണ്, ഞാൻ പറഞ്ഞാൽ എനിക്ക് പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ സൈലൻ്റ് ആവാൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മാറ്റാൻ പറ്റില്ല എന്ന് പറയുന്നത് തെറ്റാണ്. മാറ്റാൻ പറ്റും, പക്ഷെ മാറ്റണം എന്തായിരിക്കുന്ന ദൃഢമായ ഇച്ഛ എനിക്കുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അതിനെ മാറ്റാൻ പറ്റും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. ഞാൻ മനസ്സിലാക്കിയിടത്തോളം നമ്മളെക്കാൾ ചെറിയവരാണെങ്കിൽ, നമ്മളെക്കാൾ ബലവാന്മാരാണെങ്കിൽ അവരോട് നമ്മൾ ദേഷ്യപ്പെടില്ല. നമ്മളെക്കാൾ വലിയവരാണെങ്കിൽ അവരോട് ദേഷ്യപ്പെടില്ല. നമ്മളെക്കാൾ ചെറിയവരെന്ന് കണ്ടു കഴിഞ്ഞാൽ, നമ്മളെക്കാൾ ശക്തി കുറഞ്ഞവരെന്ന് കണ്ടു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ദേഷ്യം പൊന്തി വരുന്നു. എന്നുവെച്ചാൽ അർത്ഥം നമ്മുടെ ഈഗോ ആയിട്ട് സട്ടിൽ റിലേറ്റഡ് ആണ് നമ്മുടെ ദേഷ്യം. അതുകൊണ്ട് ദേഷ്യത്തെ നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ ഒറ്റ കാര്യം ചെയ്തേ പറ്റൂ, നിയന്ത്രിച്ചേ തീരൂ എന്നതായിരിക്കുന്ന ദൃഢപ്രതിജ്ഞ അത് നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ വരണം. വന്നാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് പോസ്റ്റ്പോൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇനി വലിയ ഒരാൾ നിങ്ങളോട് ദേഷ്യപ്പെടുകയാണ്, അത് കേട്ട് 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 ഉള്ളിൽ ഫ്രസ്ട്രേഷൻ നിറയുമ്പോൾ ചിലപ്പോൾ സ്ട്രോങ് ആയ 2 വാക്ക് പറഞ്ഞു പോകും. അങ്ങനെയാണെങ്കിലോ എന്ത് ചെയ്യണം? അത് ഒരു മരുമകൾ എന്നോട് ചോദിച്ചതാണ്. എന്ത് പറഞ്ഞാലും ഒരു ചെറിയ കാര്യം കിട്ടിയാൽ നിരന്തരമായിട്ട് എൻ്റെ അമ്മ എന്നെ അങ്ങനെ വഴക്ക് പറഞ്ഞുകൊണ്ടേയിരിക്കും. എനിക്ക് പിന്നെ അത് കേട്ട് 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 സഹി കെടുമ്പോൾ ഞാനും ചിലപ്പോൾ പറഞ്ഞു പോകും. പിന്നെ വലിയ വഴക്കാവും. എന്താ ചെയ്യുകയെന്ന് ഒരു യുക്തി എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഞാൻ പറഞ്ഞു കൊടുത്തതായിരുന്നു, നിങ്ങളൊരു കാര്യം ചെയ്യും, അമ്മായിയമ്മ നല്ല സ്ട്രോങ്ങിലുള്ളതായിട്ടുള്ള മോശം വാക്കുകൾ ഉപയോഗിച്ചാണ്, എനിക്ക് സഹിക്കാനാവാത്ത വാക്ക് ഉപയോഗിച്ചൊക്കെ പറയാമെന്ന് പറഞ്ഞു. പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് അമ്മ അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അമ്മ മാനിക്കില്ല. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യാൻ പറഞ്ഞിടത്ത് ഞാനൊരു കാര്യം ചെയ്യും, മൊബൈലിൽ ഇപ്പോൾ മൊബൈൽ എല്ലാവരുടെ കയ്യിലും ഉണ്ടല്ലോ, റെക്കോർഡർ എല്ലാവരും എടുത്തുകൊണ്ട് നല്ല സ്ട്രോങ്ങിൽ അങ്ങ് വഴക്ക് പറയാൻ തുടങ്ങിക്കഴിയുമ്പോൾ ആ മൊബൈൽ ഓണാക്കുക, റെക്കോർഡ് ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം നിങ്ങളൊന്നും പറയാൻ പോകണ്ട, നമ്മൾ അതിന് എഗെയിൻസ്റ്റ് ആയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നുണ്ട് എന്ന് കണ്ടു കഴിയുമ്പോൾ നമ്മൾ അലർട്ടാവും. നമ്മുടെ വായന്ന് മോശമായ വാക്ക് വരില്ല. കാരണം റെക്കോർഡിങ് നടക്കേണ്ടത് അമ്മായിമ്മയ്ക്കറിയില്ല, മകൾക്കറിയാലോ, മരുമകൾക്കറിയാലോ. അപ്പോൾ അത് കഴിഞ്ഞ ശേഷം അതവിടെ വെച്ചേക്കുക. നെക്സ്റ്റ് ടൈം അമ്മായിയമ്മ അതേപോലെ ആരംഭിക്കുമ്പോൾ അതിനങ്ങ് ഓണാക്കി വെച്ച് കൊടുത്തേക്കുക നല്ല വോള്യത്തിൽ. അങ്ങനെ ചെയ്തപ്പോൾ അമ്മായിയമ്മ ഇതാരാ ഇത് ഒപ്പത്തിനൊപ്പം അങ്ങനെ വഴക്ക് പറയുന്നത്, എന്താ ടേപ്പ് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുകയാണോ എന്നോട് വഴക്കടിക്കാൻ ചോദിച്ചു. അല്ല അമ്മേ, ഞാനല്ല, ഇത് അമ്മ തന്നെയാണ്, കേട്ട് നോക്കാൻ പറഞ്ഞു. കേട്ട് നോക്കിയപ്പോൾ അമ്മായിമ്മയ്ക്ക് ഫീൽ ചെയ്തു പോയി, ഇത്ര മോശമായിട്ടൊക്കെ ഞാൻ സംസാരിക്കുന്നുണ്ടോ എന്ന്. അതിനുശേഷം വളരെ വലിയൊരു ചേഞ്ച് അവരുടെ ലൈഫിൽ സംഭവിച്ചു അത്രേ. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഈ രീതിയിൽ നമ്മളോട് ഒരാൾ വളരെ വേസ്റ്റായിട്ട് പെരുമാറുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ഒപ്പത്തിനൊപ്പം നമ്മൾ പറയാൻ പോവാതെ, ഇനി അവർ പറഞ്ഞത് മാനിക്കില്ലെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെച്ച് കേൾപ്പിച്ചു കൊടുത്തോ, ഓക്കെ ആയി, അവർ പറഞ്ഞു എന്നുള്ള കാര്യം അവർക്കേ മനസ്സിലാവും, അവർ തിരുത്താൻ തയ്യാറാവും, അവർ മാറാൻ തയ്യാറാവും. ഇനി അങ്ങനെയല്ല, അത് കേട്ട് കഴിഞ്ഞാൽ അതിനേക്കാൾ ദേഷ്യപ്പെടുന്നതാണോ? പക്ഷെ നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ, ആ റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയ മകളെൻ്റെ പറഞ്ഞത് റെക്കോർഡ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ എനിക്ക് സമാധാനമായി. കാരണം ഞാൻ ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ അതും റെക്കോർഡാവും. അപ്പോൾ ഞാൻ അലർട്ടാവണം എന്നൊരു ബോധ്യം എനിക്കുണ്ടായി. ഞാൻ വേണ്ടാത്തൊരു കാര്യം പറഞ്ഞുമില്ല, ആ കാര്യം ചെയ്യാനൊരു സൊല്യൂഷൻ എൻ്റെ കയ്യിലുണ്ടല്ലോ എന്നൊരു സമാധാനം വന്നപ്പോൾ എനിക്ക് എൻ്റെ മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റി. അപ്പോൾ ഞാൻ കൺട്രോൾ ചെയ്തു, വീട്ടിലെ വഴക്കുണ്ടായില്ല എന്ന്. അതുകൊണ്ട് 2 ഭാഗത്തും ഒരേപോലെ സ്ട്രോങ് ആയി പോകുമ്പോഴാണ്, ഞാനിത് അമ്മായിയമ്മ മരുമകളുടെ മാത്രം കാര്യമല്ല പറയുന്നത്, ഇൻലോസിൽ മാത്രമല്ല, മക്കളും അച്ഛനും അമ്മയും ഉണ്ടാവാറുണ്ട്, ഭാര്യയും ഭർത്താവും ഉണ്ടാവാറുണ്ട്, ഫ്രണ്ട്സ് തമ്മിൽ ഉണ്ടാവാറുണ്ട്, എവിടെയുണ്ടോ. ഈ കലിയുഗത്തിൻ്റെ ഉള്ളിൽ എല്ലാ വീടുകളിലും ഒന്നല്ലെങ്കിൽ വേറൊരു രീതിയിലും ഒന്നല്ലെങ്കിൽ മറ്റൊരു റിലേഷനിലൊക്കെ ഇതുപോലെ പ്രശ്നം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്.
കൺട്രോൾ ചെയ്യാനുള്ളതായിരിക്കുന്ന വഴി ആ സമയത്ത് നമ്മളെ എൻഗേജ് ആക്കുന്ന രീതിയിൽ, ആ കാര്യം കേൾക്കാത്ത രീതിയിൽ, ആ കാര്യത്തിലേക്ക് മനസ്സ് പോവാത്ത രീതിയിൽ നമ്മളെ സമാധാനിപ്പിക്കാൻ പറ്റുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് സെലക്ട് ചെയ്യണം. ആ സെലക്ട് ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ ആ സമയത്ത് അപ്ലൈ ചെയ്യണം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ദേഷ്യത്തെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. ഒരു ഭാഗത്ത് മാത്രം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ലെവൽ കഴിയുമ്പോൾ അവർക്ക് മടുക്കാൻ തുടങ്ങും, അവർ തന്നെത്താൻ സൈലൻ്റ് ആവുകയും ചെയ്യും. അതുകൊണ്ട് ഈ രീതിയിൽ ഏതെങ്കിലും ഒരു വിദ്യ ഉപയോഗിച്ചിട്ട് നമ്മുടെ ക്രോധത്തെ നിയന്ത്രിച്ചാൽ ആദ്യം അത് നമ്മളെ കത്തിക്കുന്നത് ഇല്ലാതെയാവും, പിന്നെ നമ്മുടെ ബന്ധങ്ങളെ കത്തിക്കുന്നത് ഇല്ലാതെയാവും, പിന്നെ നമ്മുടെ ജീവിതത്തെ തന്നെ കത്തിച്ച് കളയുന്നത് ഇല്ലാതെയാവും. അതുകൊണ്ട് ഈ ക്രോധം എന്ന് പറയുന്നത് വലിയൊരു അഗ്നിയാണ്. അതുകൊണ്ടാണ് പറയുന്നത്, ക്രോധം കത്തുന്ന വീട്ടിൽ കുടത്തിലെ വെള്ളം പോലും ഉണങ്ങിപ്പോവും എന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ മനുഷ്യന്മാരുടെ ശരീരത്തിലെ രക്തത്തെ പോലും വറ്റിച്ച് കളയുന്ന, നമ്മുടെ സംബന്ധങ്ങളിലെ സുഖത്തിന് സദാകാലത്തേക്ക് കത്തിച്ചില്ലാതാക്കുന്ന, ബന്ധങ്ങളെ തന്നെ തകർക്കുന്ന ഒരു വലിയ ശത്രുവാണ് ക്രോധം. അതിന് മേലെ നിയന്ത്രിക്കണം. പിന്നെ ഒരു കാര്യം കൂടെ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്, നിങ്ങൾക്ക് ദേഷ്യം കൂടുതലാണ് എങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്ന സമയത്ത് ഞാൻ ആത്മാ ശാന്തസ്വരൂപമാണ്, ഞാൻ ആത്മാ ഹാപ്പിയസ്റ്റാണ്, ഈ രീതിയിലുള്ളതായിരിക്കുന്ന അഫർമേഷൻസ് മെഡിറ്റേഷന് ശേഷം നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മനസ്സിൻ്റെ മേലെ കൺട്രോൾ കൊണ്ടുവരാനും അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ സാഹചര്യങ്ങൾ ഇതുപോലെ അപ്ലിക്കേഷൻ ചെയ്താൽ അതിനില്ലാതാക്കാനും സാധിക്കും. ഇതിലേതെങ്കിലുമൊക്കെ ഒരു വിദ്യ നിങ്ങൾക്ക് വേണ്ടി സ്വന്തമാക്കണം. ക്രോധത്തിന് മേലെ നമ്മൾ നിയന്ത്രിക്കണം. എന്നാലേ നമ്മുടെ ജീവിതത്തെ സദാ സന്തോഷമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. സാഹചര്യങ്ങളിൽ മോശമായ സാഹചര്യം മാറിപ്പോവുമായിരിക്കും. കാർമേഘം മാറിപ്പോകും പോലെ, പുക മാറിപ്പോകും പോലെ സാഹചര്യം മാറിപ്പോവും. പക്ഷെ ആ സമയത്ത് നമ്മൾ ബിഹേവ് ചെയ്തതായിരിക്കുന്ന രീതി, അത് ക്രിയേറ്റ് ചെയ്തതായിട്ടുള്ള ഊർജം, അതിന് നിങ്ങൾക്ക് മാറ്റാൻ പറ്റില്ല. അത് നിരന്തരമായിട്ട് നിങ്ങളുടെ ജീവിതത്തെ കത്തിച്ചുകൊണ്ടേയിരിക്കുന്ന വിഷമായി കൊണ്ട് കൂടെ ചേരും. അതുകൊണ്ട് ഏതെങ്കിലും ഒരു വിദ്യ ഉപയോഗിച്ച് ക്രോധത്തിന് മേലെ അതിജീവിക്കണം, ജീവിതത്തെ സന്തോഷഭരിതമാക്കണം. നിങ്ങൾക്കങ്ങനെ സാധിക്കട്ടെ എന്ന് ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. ഓം ശാന്തി.